അനുമോളും ആദിലയും കൂടി നോമിനേഷനിൽ വരുന്നതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ എണ്ണീച്ച് നിന്നിട്ട് ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ തുടർന്നിരിക്കുന്ന ബാക്കി എല്ലാവരും ആ വ്യക്തിയുടെ പേര് തന്നെ പറയും. ഇവിടുത്തെ ഒരു പ്രവണത അങ്ങനെയാണ്. ഒരു സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്ത ആൾക്കാരാണ് എന്ന് അനുമോൾ പറയുന്നുണ്ട്. ശൈത്യയുടെ കാര്യം എടുത്ത് നോക്കിയേ. ശൈത്യയുടെ പേര് ഒരാൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇരിക്കുന്നവർ ഇത്രയും തുടർന്ന് അയാൾ പറഞ്ഞത് കേട്ടിട്ട് ബാക്കിയുള്ളവരോട് അങ്ങ് പറയുക. അങ്ങനെ അയാൾക്ക് നോമിനേഷനിൽ വരാനുള്ള ചാൻസ് കൂടുതലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുകയാണ്, ഇനിയെങ്ങാനും നീ എൻ്റെ പേര് പറയുകയാണെങ്കിൽ ഇനി ഞാൻ ശരിയാക്കും കേട്ടോ, നീ എൻ്റെ പേര് പറഞ്ഞേക്കരുത്. അനുമോളടുത്ത് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആദില, നീ വേണമെന്നുണ്ടെങ്കിൽ അവളുടെ പേര് പറഞ്ഞോ, എൻ്റെ പേര് പറയരുത് കേട്ടോ, നിന്നെ ഞാൻ ശരിയാക്കൂല്ലേ എന്നുണ്ടെങ്കിൽ. അപ്പം അനുമോൾ പറയുകയാണ്, ഞാൻ ഇനി സാബ്മാൻ്റെ പേര് പറയും. കാരണം നമ്മൾ ഓരോ ആൾക്കാരുടെയും കാര്യങ്ങൾ വെച്ച് നോക്കി അയാൾ എങ്ങനെ പെർഫോം ചെയ്യുന്ന, അയാൾ എങ്ങനെ നിൽക്കുന്നു, എന്നെ കൂടുതൽ ചൊറിയാൻ വരികയും എനിക്ക് ദ്രോഹം ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും. അയാൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അയാൾ എങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഒരാളുടെ പേര് പറയത്തുള്ളൂ. അല്ലാതെ ഞാൻ ചുമ്മാതൊന്നും ആരുടെയും പേര് പറയത്തില്ല. പിന്നെ ലക്ഷ്മിയുടെ കാര്യം അനുമോൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി എന്തൊരു സ്വഭാവമാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. ലക്ഷ്മി ഇങ്ങോട്ട് വന്നിട്ട് ലക്ഷ്മി കണ്ണാടിയിലൊന്ന് നോക്കണം. പക്ഷേ എന്നാൽ നമ്മളിവിടെ ഇരിപ്പുണ്ട്, ജസ്റ്റ് തിരിഞ്ഞൊന്ന് നോക്കണ്ടേ ഇവിടെ ആരായിരിക്കുന്നത്, അവരെന്തോ പറയുന്നത്, എന്തോ എടുക്കുന്നത്, എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറയണ്ടേ. എന്തൊരു സ്വഭാവം അത്. ലക്ഷ്മി വിചാരിക്കുന്ന ലക്ഷ്മി ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണ്, ലക്ഷ്മിക്ക് ആരുടെ ആവശ്യമില്ല. പക്ഷേ എങ്ങനെയാണോ നമ്മളൊക്കെ ഇങ്ങനെയാണോ ഇവിടെ നിൽക്കുന്നത് എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അനുമോൾ പറയാണ്, ലക്ഷ്മിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം ആരെയാണെന്നറിയോ, നെവിനെയാണ് ഇഷ്ടം. അപ്പം അതിൽ പറയാണ്, പക്ഷേ ഇവർ വന്ന സമയത്ത് നിന്നോട് എങ്ങനെയായിരുന്നു, നിന്നോട് കൂടുതൽ അടുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അനുമോളെ. അപ്പോൾ അനുമോൾ പറയാണ്, എന്നോട് അത്ര ഇതില്ല, ഒരു പ്രാവശ്യം കണ്ടോ മറ്റോ എന്നോട് പറഞ്ഞ് നമുക്ക് സംസാരിക്കണം കേട്ടോ, നമുക്ക് കാര്യം പറയണം കേട്ടോ എന്തോ മറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ ഇവിടെ എന്നോട് മിണ്ടുന്നത്, നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലക്ഷ്മിക്ക് എന്താണോ വേണ്ടുന്നത് നമ്മുടെ അടുത്ത് അത് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്മി അവിടെ ആ വഴി വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് ലക്ഷ്മി തിരിഞ്ഞങ്ങ് പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയാണെന്ന് പോലും ശ്രദ്ധിക്കാറില്ല. അതാണ് ലക്ഷ്മിയുടെ ഒരു പ്രകൃതം. അന്നൊരു ദിവസം തന്നെ ആര്യൻ എന്നെ കണ്ണ് കാണിച്ചു. ആര്യൻ പറയുന്നത് എൻ്റെ പേരെന്തിനാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ് എനിക്കിഷ്ടമുള്ളവരുടെ പേര് ഞാൻ പറയും. ഞാൻ സാവ്മാൻ്റെ പേര് അങ്ങനെയാണ് പറഞ്ഞത്. നമുക്കിഷ്ടമുള്ളവരുടെ പേരല്ലേ നമ്മൾ പറയുന്നത്. നമുക്കൊരു നിലപാട് വേണ്ടായോ. നമ്മൾ ഓരോ ആൾക്കാരെ നോക്കണം, അവരെങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നതെന്നോ അതനുസരിച്ചാണ് നമ്മളൊരാളെ നോമിനേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു നിലപാടില്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മളൊരാളെ നോമിനേറ്റ് ചെയ്യരുത്. അത് തെറ്റല്ലേ.